ഇതവിടെ പുത്തൻ ശബാബ, ഇത് ഇന്ന് പൊട്ടിക്കേട്ടോ, ആദ്യമായിട്ട് കാണാതൊരു മുജാഹം അവിടെ ഒരു നന്നായിട്ടൊന്ന് കണ്ടോട്ടെ, ഇതുവരെ കാണിച്ചിട്ടില്ല, നമ്മൾ ഒളിച്ചു വെച്ചിരുന്നേ, ഇന്നെന്തായാലും പൊട്ടിച്ചേക്കാന്ന് വിചാരിച്ചു. ഇന്നിറക്ക എന്താ സംഭവം, ഇതിപ്പോ ഇന്ന് ലേറ്റസ്റ്റ് ആണ് ശബാബ്. 2005 എഴുതി വെക്കണം, ലക്കം വായിച്ചു നോക്കണം കിട്ടുമെങ്കിൽ. 2005 ജൂലൈ 1 ശബാബ്, ജൂലൈ 1 ശബാബ്. ഇതിലെന്താ സംഭവം അറിയോ? പണ്ടൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, വടകൂരേക്ക് അറിയും, നമുക്ക് അറിഞ്ഞൂടാ. മുമ്പൊരു സംഭവം ഉണ്ടായി. മഹദി ഹാജറ റളിയല്ലാഹു അൻഹാ സഫാ മർവ കുന്നിന്റെ ഇടയിൽ പെട്ടുപോയി. വെള്ളമില്ല, വെള്ളമില്ലാത്ത ഘട്ടം. ആ സഫാ മർവ കുന്നിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഹാജറ ബീവി ഓടി. ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി, ഒരൽപ്പം വെള്ളത്തിന് വേണ്ടി, അതേ കാലിട്ടടിക്കുന്ന പിഞ്ചോമലയുടെ ഇസ്മായിലിന്റെ തൊണ്ട നിലക്കാൻ ഒരൽപ്പം വെള്ളം അന്വേഷിച്ചുകൊണ്ട് മഹാജറ ബീവി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയാണ്. അവസാനം ഒരു ശബ്ദം കേട്ടു, ഒരു അശരീരി. അശരീരി കേട്ടപ്പോ ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്ക്. ആ അശരീരി പുറപ്പെടുവിച്ചാരാ? ജിബ്രീൽ അലൈഹിസ്സലാമാണ്. അപ്പൊ ഒരു മലക്കാ ഉള്ളത് അല്ലേ? മലക്കിന്റെ ശബ്ദമാണ് ആര് കേട്ടത്? ഹാജറ ബീവി കേട്ടത്. ആ ശബ്ദം കേട്ടപ്പോ ഹാജറ ബീവിക്ക് മനസ്സിലായി അവിടെ എന്തോ ഉണ്ട്, ആരോ ഉണ്ട്, അവിടെ മലക്കാ ഉള്ളത്. അപ്പൊ ഹാജറ ബീവി ചോദിച്ചു, നിന്റെ കയ്യിൽ വല്ല സഹായം ഉണ്ടെങ്കിൽ എന്നെ സഹായിക്കുക എന്ന് പറഞ്ഞു. അപ്പൊ മുസ്ലിയാക്കന്മാർ ഇത് നമുക്കെതിരെ തെളിവായിട്ട് ഉദ്ധരിക്കുക കണ്ടോ. അപ്പൊ ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? ഹാജറ ബീവി ശിർക്ക് ചെയ്തു എന്നാണോ നിങ്ങൾ പറയുന്നത്? കാരണം മലക്കാണുള്ളത്, മലക്കിന്റെ ശബ്ദം കേട്ടിട്ടേ ഉള്ളൂ. അപ്പൊ ഹാജറ ബീവി പറയാണ്, വെള്ളം ഉണ്ടെങ്കിൽ എന്നെ നിങ്ങൾക്ക് സഹായം ഉണ്ടെങ്കിൽ സഹായിക്കാൻ കഴിയുമെങ്കിൽ എന്നെ സഹായിക്ക് എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ജിബ്രീലിനോട് സഹായം തേടി. ആര് സഹായം തേടി? ഹാജറ ബീവി സഹായം തേടി. ഇത് മുജാഹിദികൾക്കെതിരെ ഖുറാഫികൾ, നമ്മുടെ നാട്ടിൽ കുബൂരികൾ, അള്ളയില്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ തെളിവ് കണ്ടെത്തി നടക്കുന്നവർ, അള്ളാഹുവിനെ ധിക്കരിക്കുന്നവർ, റബ്ബിന്റെ കലാമിനെ വളച്ചൊടിക്കുന്നവർ, ഈ നിലക്ക് മുജാഹിദികൾക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോ സലാം സുല്ലമി മറുപടി എഴുതുക. അബ്ദുസലാം സുല്ലമി അദ്ദേഹം മറുപടി എഴുതുക. കേട്ടോളൂ, അതിന്റെ ആദ്യം പറഞ്ഞത് കേട്ടോ, നിങ്ങൾ നന്നായി പറഞ്ഞുതരാം. കാരണം ഇവര് ഈ രൂപത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്നവർ ആരാണെന്ന് സലാം സുല്ലമി ഇതിൽ പറയുന്നുണ്ട്. കേട്ടോ, ഹാജറ ബീവിയുടെ മലക്കിനോടുള്ള ഈ സഹായം തേടൽ. അപ്പൊ ഹാജറ ബീവി ആരോടാ സഹായം തേടിയത്? മലക്കിനോടുള്ള ഈ സഹായം തേടൽ ബ്രാക്കറ്റിൽ ഇസ്തിഗാസ. ശിർക്കാണെന്ന് ഒരു വഹാബിയും വാദിച്ചിട്ടില്ല. അപ്പൊ അതെന്തല്ല? ശിർക്കല്ല. ശിർക്കാണെന്നൊരു വഹാബിയും വാദിച്ചിട്ടില്ല, വാദിക്കുകയുമില്ല. നാളെ ഞങ്ങൾ വാദിക്കുമോ? അതുമില്ല. കാരണം എന്താ? ഈ പുരോഹിതന്മാർക്ക് കാര്യകാരണ ബന്ധത്തിനപ്പുറം അഭൗതിക മാർഗം, മറഞ്ഞ വഴി എന്നെല്ലാം പറയുന്നതിന്റെ ആശയം എന്താണെന്ന് മനസ്സിലാവാതെ പോയതാണ് ഇത്തരം വിഡ്ഢിത്തങ്ങൾ എഴുതുവാൻ ഇവരെ പ്രേരിപ്പിക്കുന്നത്. അപ്പോ വിവരമില്ല, പുരോഹിതന്മാർക്ക് വിവരമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. എന്നിട്ട് കേട്ടോളൂ, ഹറാം തിന്നുന്നവർക്ക്, ഇതെന്റെ വാചകമല്ല, സലാം സുല്ലമി എഴുതിയ വാചകമാണ്. ഹറാം തിന്നുന്നവർക്ക് സത്യം ഗ്രഹിക്കാൻ പ്രയാസമായിരിക്കുമെന്ന് ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള പണ്ഡിതന്മാർ പ്രഖ്യാപിച്ചത് വളരെ യാഥാർത്ഥ്യമാണ്. കണ്ടോ? അപ്പൊ ഹറാം തിന്നുന്നവന് സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഹാജറ ബീവിയുടെ സംഭവം മനസ്സിലാക്കാൻ കഴിയാത്തവൻ അവനെ സംബന്ധിച്ച് ഹറാമ് തിന്നുന്നതുകൊണ്ടാണ്. ഹലാല് തിന്നാല് സത്യം മനസ്സിലാകും. ഇതൊന്നും ഞാൻ പറയല്ല, ആര് പറയാ? സലാം സുല്ലമി. എന്നിട്ടിതാ ഇതിന്റെ അവസാനം, ഈ വിശദീകരണം തീരുന്നില്ല. ഇതിന്റെ അവസാനം ഇവിടെ കൃത്യമായി ഞാൻ കാണിക്കേണ്ടത്, കൃത്യമായി ഈ ഇസ്ലാഹിൽ എന്താ ഉള്ളത് അത് തന്നെ ഇതിലുണ്ട്. പക്ഷേ ഇസ്ലാഹിൽ പറഞ്ഞത് അറിയാം, പകൽ വെളിച്ചത്തിൽ വിജനമായ മരുഭൂമിയിലൂടെ വഴിയറിയാതെ നടന്നു പോകുന്ന ഒരാൾ നടന്നു പോകുന്നതിനെ പറ്റിയാണ് പറഞ്ഞത്. എന്നാൽ ഇതിൽ പറയുന്നത് നോക്കൂ, എന്താ പറയുന്നത്? നാം പറയുന്ന വാദം എന്താണെന്ന് പോലും മനസ്സിലാക്കാതെയാണ് ഇവർ ഖണ്ഡനം എഴുതുന്നത്. നമ്മളിവിടെ അനിമല്ലാക്കെ നടത്തിയ തിരുമറിയിട്ടില്ല, അതുപോലെ എന്താ പറയുന്നത് അറിയില്ല, നമ്മുടെ വാദം എന്താണെന്ന് അറിയാതെയാണ് മറുപടി എഴുതുന്നത്. ഇദ്ദേഹം സലാം സുല്ലമി ഒരു ഉദാഹരണം പറയാണ്. ഒരു മുസ്ലിയാര് ഒരു മരുഭൂമിയിൽ അകപ്പെട്ടു. വിജനപ്രദേശം, മരുഭൂമിയിൽ ഒരു മുസ്ലിയാര് അകപ്പെട്ടു. ദാഹജലത്തിന് വേണ്ടി അയാൾ നെട്ടോട്ടമോടുകയാണ്. മരുഭൂമിയിൽ അകപ്പെട്ടപ്പോൾ വെള്ളമില്ല. ആ വെള്ളം കിട്ടാൻ അയാൾ നെട്ടോട്ടോടുകയാണ്. അപ്പോൾ അയാൾ ഒരു അശരീരി കേട്ടു. ആര് ഈ ആളുണ്ടല്ലോ, ഈ വിജനപ്രദേശത്ത് പോയ ഒരു മുസ്ലിയാര്, വെള്ളം കിട്ടാത്ത മുസ്ലിയാര്, അയാൾ ഒരു അശരീരി കേൾക്കാണ്. ഹാജറ ബീവിയുടെ സംഭവത്തെ അടിസ്ഥാനമാക്കി
അയാൾ ആ ശബ്ദം പുറപ്പെടുവിച്ച ആളെ ഉദ്ദേശിച്ചുകൊണ്ട് നിന്റെ അടുക്കൽ വെള്ളമുണ്ടെങ്കിൽ എന്നെ സഹായിക്കൂ എന്ന് ദയനീയമായി സഹായതേട്ടം നടത്തിയാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. അശരീരി കേട്ടപ്പോൾ മുസ്ലിയാർ പെട്ടെന്ന് ചിന്തിക്കാണ്, പണ്ടിങ്ങനെ ഒരു അശരീരി ഹാജറ ബീവി കേട്ടിട്ടുണ്ട്, ഒരു മലക്ക് വന്നിട്ട് അപ്പൊ ഇവിടെ എന്തുണ്ടാവും, മലക്കുണ്ടാവും. അപ്പോ എനിക്ക് വെള്ളം തരണേ എന്ന് ചോദിച്ചാൽ മുസ്ലിയാർ ശിർക്ക് ചെയ്യുന്നില്ല. സലാത്തുൽ പറയാം, മലക്കിനോട് പ്രാർത്ഥിക്കാം. വാല് പറയാമോ? നാളെ എങ്ങനെ വാല് പറയുമോ? ചെറിയ മുണ്ടം എഴുതിയതിന് വാല് പറയുമോ? സലാത്തുൽ എഴുതിയതിന് വാല് പറയുമോ? ഇസ്ലാഹിൽ കണ്ടത് 22 ക്യാരറ്റ് ശിർക്കാണെങ്കിൽ അതിന് തത്തുല്യമായ വാചകം ചെറിയ മുണ്ടം എഴുതിയാൽ തൗഹീദാകുമോ? യുവത പ്രസിദ്ധീകരിച്ചാൽ തൗഹീദാകുമോ? സുല്ലബി എഴുതിയാൽ തൗഹീദാകുമോ? ശബാബിൽ വന്നാൽ തൗഹീദാകുമോ? അതോ മാറ്റു കുറയുമോ? നമുക്കറിഞ്ഞൂടാ. ഇസ്ലാഹിൽ എഴുതിയ മാറ്റു കൂടും, ശബാബിൽ എഴുതിയാൽ മാറ്റു കുറയും. കാര്യപ്പെട്ട ആളുകളാണ് ഇസ്ലാഹിന്റെ പത്രാധിപ സമിതിയിലുള്ളത്. അങ്ങനെയാണോ? എന്താ ഒന്ന് തെളിച്ചു പറ. ഈ നാട്ടിലെ കുട്ടികളെപ്പോലും ഈ പ്രസ്ഥാനത്തിനെതിരെ തെറ്റിദ്ധരിപ്പിക്കുന്നവരെ ആത്മാർത്ഥതയുണ്ടെങ്കിൽ സമർപ്പിക്കുന്നു 3 തെളിവുകൾ, 2 തെളിവുകൾ ഇതാ ഇതിനോടൊപ്പം. തൽക്കാലം 3 എണ്ണം എന്ന് പറഞ്ഞത് വാക്ക് പഴിച്ചു പോയതല്ല. 3 എണ്ണം ചോദിച്ചാൽ 3 എണ്ണം തരും. നാക്ക് പിഴവെന്നല്ല, 3 എണ്ണം. ഇനി ഒന്നുകൂടി ചോദിച്ചാൽ ഒന്നുകൂടി തരും. ഇനി അത് എവിടെ ഉണ്ടെന്ന് ചോദിച്ച് ബേജാറാണ്ട്. ഇനിയിപ്പോൾ അതിന് ബേജാറാണ്ട്. കാര്യം ഞാൻ നാളെ മരിച്ചു പോയാലും 3ാമത്തെ തെളിവ് പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ അതുകൂടെ പറഞ്ഞേക്കാം. അതാ ഇത് തൗഹീദ് സമഗ്ര പഠനം. ഇതിനകത്തോണ്ട് ഇത് സലാത്തുൽ എഴുതിയ തൗഹീദ്. മദനിമാര് സലാഹിമാര് സുല്ലൈമാരൊക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ പോയി തപ്പിയാൽ കിട്ടും ഇത്. എന്ത് തൗഹീദ് ഒരു സമഗ്ര പഠനം സലാത്തുൽ ഈ പുസ്തകത്തിൽ ഇത് തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊന്നും വായിച്ചു പഠിക്കാതെ മുജാഹിദ് പ്രസ്ഥാനത്തിന് മെക്കിട്ടേറ ഇറങ്ങിയതാ. അത് കേട്ടിട്ട് ഒന്നും മിണ്ടാതെ ഞങ്ങൾ തോറ്റുപോയി തോറ്റമ്പീന്ന് വിചാരിച്ച് ഞങ്ങളങ്ങ് പോകുമെന്ന് വിചാരിച്ചോ? ഇതൊക്കെ എത്ര മുമ്പ് ഞങ്ങൾ കൃത്യമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മറുപടി പറഞ്ഞു തന്നിട്ടുണ്ട്, വിശദീകരിച്ചിട്ടുണ്ട്. പിന്നെയും ഇവരിങ്ങനെ എന്തോ കിട്ടിയ രൂപത്തിലാണ്.